ഇടുന്ന നിക്കറിന്റെ ഇലാസ്റ്റിക്കിൽ വരെ മതം കണ്ടെത്തുന്ന ഒരേ ഒരു വിഭാഗം മുസ്ലിം സമുദായമാണ്. അതുകൊണ്ടാണ് പഹൽഗാമിൽ 29 പേരുടെ നിക്കറൂരി ലിംഗച്ഛേദം വരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് മനുഷ്യനെ കൊന്നത്. അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി മുതൽ ഉണക്കമീൻ അടക്കം ഹലാൽ ഫ്ലാറ്റുകൾ അടക്കം ഇവർ എല്ലാത്തിൻ്റെയും മതം നോക്കി നോക്കി ഒടുവിൽ കോണ്ടത്തിന്റെ വരെ മതം നോക്കി ഹലാൽ സർട്ടിഫൈഡ് ആണെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഇവരെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ടാറ്റയെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇത് ടാറ്റയെ മാത്രമല്ല, ക്രമേണ ഓരോരോ കമ്പനിയിലേക്കും ഇവർ വരും, സംശയമൊന്നുമില്ല. ഇവരെല്ലാത്തിലും മതം കൊണ്ടുവന്നു. എന്നിട്ട് അവസാനം ഇവരെ പന്നിയെ ക്രിസ്ത്യാനിയാക്കി, പട്ടിയെ ഹിന്ദു ആക്കി, മൂലിയെ മുസ്ലിമാക്കി. അവരറിഞ്ഞാണോ അറിയാതെയാണോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മനുഷ്യന്റെ പേരുകൾക്ക് വരെ മതം വന്നു. കുതിരയ്ക്ക് പറയാൻ അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷേ ശിവാജിയും ടിപ്പുവും ഒക്കെ മതേതരന്മാരാണ് എന്ന് ലോകം വാഴ്ത്തുന്നതും ചരിത്ര ക്ലാസ്സുകളിൽ ഇവരെ കുറിച്ച് പഠിച്ച് നമ്മൾ രോമാഞ്ചമടഞ്ഞതും. എന്നിട്ട് ഇവരെ ഇടയ്ക്കിടയ്ക്ക് കമന്റുകളിലൊക്കെ വന്ന് ചോദിക്കും, ഏതെങ്കിലും ഒരു ആന ബീരാൻകുട്ടിയുണ്ടോ? മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആനയുണ്ടോ? അബ്ദുള്ള കോയ എന്ന് പറയുന്ന, ഹസൻകുട്ടി എന്ന് പറയുന്ന ഒരു ആനയുണ്ടോ? ഇല്ല. പക്ഷെ അയ്യപ്പൻ ആനയുണ്ട്, ഗുരുവായൂർ കേശവനുണ്ട്, മന്നലാംകുന്ന് കർണനുണ്ട്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട്, ചിറക്കൽ കാളിദാസനുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഹിന്ദു നാമങ്ങളായി മാറുന്നത്? ഭക്ഷണങ്ങൾക്കുമുണ്ട്. പത്തിരി ഇറച്ചിമാരുടേതാ, ഇഡ്ഡലിയും സാമ്പാറുമാരുടേതാ, താറാവും വെള്ളയപ്പവും ആരുടെ? ആര് ചാർത്തി കൊടുത്തതാണ്? എല്ലാത്തിലും മതം കലർത്തിയ ആളുകൾ പറയണം ക്യാൻസർ ആരുടെ രോഗമാണ്, ഹാർട്ട് അറ്റാക്ക് ആരുടെ രോഗമാണ്, ആക്സിഡന്റ്, ബ്രെയിൻ ട്യൂമർ ഇതൊക്കെ ആരുടെ രോഗമാണ്? ഡോക്ടറെ കാണുമ്പോൾ പോലും മതം നോക്കണമെന്നും അവരുടെ ജാതി നോക്കണമെന്നും അവരുടെ ലിംഗം നോക്കണമെന്നും പറയുന്ന ഈ വിഭാഗം എവിടെയാണ് മതം കലർത്താത്തതെന്നും പറഞ്ഞു തരാം. ഇവർക്കെല്ലാം വേണം. ഇവരെ രക്തം വാർന്ന് ആക്സിഡന്റിലായി രക്തം വാർന്നു പോയാൽ ആരുടെ രക്തം വേണമെങ്കിലും ഇവർക്ക് വയ്ക്കാം, ആരുടെ അവയവം വേണമെങ്കിലും ഇവർക്ക് സ്വീകരിക്കാം, കൊടുക്കാൻ പാടില്ല. ഏറ്റവും ഒടുവിൽ അബ്ദുൽ നാസർ മദനി ഇവരെ അവയവം മാറ്റി വെച്ചത് കണ്ടില്ലേ? മുസ്ലിങ്ങൾ എന്തായിരുന്നാലും അവയവം കൊടുക്കില്ലല്ലോ. അപ്പൊ കാഫിറിന്റെ അവയവം വെച്ചിട്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാമല്ലേ? ഏറ്റവും ഒടുവിൽ അവർ സുഡിയോയിലും കൊണ്ടുവന്നു മതം. ഏതോ നല്ല കച്ചവട തന്ത്രജ്ഞന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയം. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗം അതങ്ങടി ഏറ്റെടുത്തു. എന്നിട്ട് അവരത് കത്തിച്ചു. ഏതൊക്കെ രൂപത്തിലാണോ സുഡിയോയ്ക്ക് പരസ്യം നൽകേണ്ടത് അതൊക്കെ ഇവരങ്ങടെ ഏറ്റെടുത്ത് ചെയ്തു. നമുക്കറിയാം, ആ പരസ്യത്തിന് ചിലവാക്കേണ്ടി വരുന്ന പണമാണ് ഈ കമ്പനിയുടെ ലാഭം. അതായത് പരസ്യത്തിന് ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ടിവിയിലോ ചാനലുകളിലോ അതല്ലെങ്കിൽ പത്രത്തിലോ ഒക്കെ പരസ്യം കൊടുക്കണമെങ്കിൽ നല്ല രൂപത്തിൽ പണമാകും. അതുകൊണ്ട് അവർക്ക് തന്നെ കമ്പനി ഉള്ളത് കൊണ്ട് നേരിട്ട് തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് നമുക്ക് നല്ല ലാഭത്തിൽ നല്ല ക്വാളിറ്റിയിൽ ഈ സാധനങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ ചിലർക്കത് കണ്ടിട്ട് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് അവര് അതിനൊരു ആപ്പ് വയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി, അവർക്ക് പണി കിട്ടി. ഇസ്ലാമിയുടെ സ്റ്റുഡിയോ ബഹിഷ്കരണ ആഹ്വാനത്തിന് പുല്ലുവില കൽപ്പിച്ച ജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ട്രോൾ മഴയാണ്. അവരുടെ ഭീകരവാദ ആശയങ്ങളും ജനങ്ങൾ ഉയർത്തി കാട്ടുന്നുണ്ട്. അനഘ അർഷൻ ചേരുന്നു. അനഘ, ഗുഡ് മോർണിംഗ്. അനഘ, കഴിഞ്ഞ ദിവസം ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള പൊടിച്ച കച്ചവടമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സുഡിയോയ്ക്ക് കാക്കാമാരായിട്ട് നേടിക്കൊടുത്തത്. ഇവരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇവരെന്ത് ചെയ്താലും തലവേദനയിലേക്ക് കലാശിക്കും.
ാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് ഇത്തരത്തിലൊരു ബഹിഷ്കരണ ആഹ്വാനവുമായി പ്രകടനം നടത്തിയത്. ഇന്നലെ ഞങ്ങളത് ഡിബേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിലവസാനം പൊതുവിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്നത്, അതായത് ഈ സ്റ്റുഡിയോ സാധാരണ അവർ പബ്ലിസിറ്റി കൊടുക്കാറില്ല, ഒരു പരസ്യം പോലും കൊടുക്കാറില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് അവർക്ക് കിട്ടാറുള്ളത്. ഈ ഒരു ബഹിഷ്കരണ ആഹ്വാനത്തോടുകൂടി സ്റ്റുഡിയോ എന്താണ് എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി. അനഘ ഏതായാലും സ്റ്റുഡിയോ അവർ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ, കാരണം ഇന്ന് ബലിപെരുന്നാൾ ആണ്, അതുകൊണ്ട് കൂടുതൽ ആളുകൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തും. ഒരുപക്ഷെ അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും, കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SIO, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SIO അങ്ങനെ പെട്ടെന്നൊരു ബഹിഷ്കരണ ആഹ്വാനം നൽകിയത്. ഇന്നിപ്പോ ബലിപെരുന്നാൾ, നാളെ ഇനി എവിടെയാണ് ഈ ബഹിഷ്കരണ സമരവുമായി ഇവർ പോവുക? അനഘ, എന്താണ് വിശദാംശങ്ങൾ? ആദ്യമേ അനിൽകുമാർ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO എന്ന് പറയുന്ന മത തീവ്രവാദ വർഗീയ സംഘടന പ്രതിഷേധം നടത്തിയ കോഴിക്കോടുള്ള സ്റ്റുഡിയോന് മുന്നിലാണ്. ഇവിടെ ഇരുന്നാണ് അവർ കുത്തിയിരുന്ന് സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം, പെരുന്നാളിന് ആരും തന്നെ ഇവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന്, അതായത് എല്ലാ ഇന്ത്യയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്നും ഈ ഡ്രസ്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്ന് ഘോരഘോരം പ്രസംഗിച്ച സ്ഥലമാണ് ഇവിടെ. എന്നാൽ അതിന്റെ ഏറ്റവും വലിയ സത്യം എന്തെന്നാൽ അതിനുശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്കിന് പുല്ലുവിലയാണ് ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഇന്നലെയൊക്കെ ഈ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വലിയ തിരക്കായിരുന്നു. അതായത് ഈ വസ്ത്രങ്ങൾ വാങ്ങാൻ എല്ലാവരും മുമ്പത്തേക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോയിൽ എത്തി എന്നതാണ് സ്റ്റുഡിയോ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ ആശയത്തെ ഏത് രീതിയിലാണ് സമൂഹം കാണുന്നത് എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കും. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബഹിഷ്കരണ ആഹ്വാനത്തോടുകൂടി ഈ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൃത്യമായുള്ള മറുപടി ജമാഅത്തെ ഇസ്ലാമിക്ക് ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈനു നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി എല്ലാ കാലത്തും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ പുതിയൊരു അജണ്ടയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഇത്തരം കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? 2005 ലോകത്തിലെ ഇസ്ലാമിക തീവ്ര സംഘടനകൾ, മതഭീകര സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് എടുത്തൊരു തീരുമാനമാണ് BDS എന്ന് പറയുന്ന സംവിധാനം. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും ബഹിഷ്കരിക്കുക, ഇസ്രായേലിൽ നിക്ഷേപ നിരോധനം സംഘടിപ്പിക്കുക, സാമ്പത്തിക ഉപരോധം സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള സംവിധാനമാണ് ആഗോളതലത്തിലെ മതഭീകര സംഘടനകളുടെ പ്രവർത്തന പദ്ധതി. ഭാരതത്തിലെ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതഭീകര സംഘടന ശ്രമിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ടാറ്റയുടെ ഉൽപ്പന്നമായിട്ടുള്ള സ്റ്റുഡിയോക്ക് മുൻപിൽ അവർ നടത്തിയിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്. പുത്തനുടുപ്പിൽ ചോരക്കറയോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനമനസ്സിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ മത വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന നടത്തിയിട്ടുള്ള പരിപാടിയിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി മതഭീകര സംഘടനയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിന്റെയും അടിസ്ഥാനമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, പാകിസ്ഥാനെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, ഇന്ത്യയെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ കാശ്മീരിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് ഇന്ത്യയെ ഒരു രാജ്യമായി കാണുന്നത് പോലെ, പാകിസ്ഥാനെ ഒരു രാജ്യമായി കാണുന്നത് പോലെ കാശ്മീരിനെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മതഭീകര രാജ്യദ്രോഹ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ പുതിയ വേഷത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഖം മൂടി അണിഞ്ഞിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പലതരം തന്ത്രങ്ങൾ നമ്മൾ കണ്ടവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഒരു ടാറ്റയോ ഒരു സുഡിയോയോ അല്ല, ഇന്ത്യ മഹാരാജ്യം തന്നെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും എങ്ങനെ തകർക്കാം എന്ന് റിസർച്ച് ചെയ്ത് അവരെ വൻമരങ്ങൾ വീഴ്ത്തുന്നതിന് മുമ്പ് ശിഖരങ്ങൾ ഒട്ടിക്കുന്നത് പോലെയുള്ള തന്ത്രമാണ് ഇവിടെയും മെനയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അങ്ങനെ തന്നെയാണ് അനിൽ നമ്പർ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അത് രാഷ്ട്രവിരുദ്ധമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2047 അത് മുസ്ലിം രാജ്യമാക്കും, ഈ ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തായാലും അവരുടെ പുതിയ അജണ്ടയായിരുന്നു ഇത്തരത്തിൽ ടാറ്റ പോലുള്ള കമ്പനികളെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം. അതിനവർ തെരഞ്ഞെടുത്ത സമയം അത് പെരുന്നാൾ അടുപ്പിച്ചിരിക്കുന്ന സമയമാണ് എന്നത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ജമാഅത്തെ ബഹിഷ്കരണ ആഹ്വാനം വന്നതോടുകൂടി സ്റ്റുഡിയോ ആ സംവിധാനം വിജയിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ കണ്ടു. ഫേസ്ബുക്കിൽ ആവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, അതുപോലെ വാട്സപ്പിൽ ആവട്ടെ വീഡിയോകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുകയാണ്. കാരണം സ്റ്റുഡിയോയുടെ എല്ലാ ഷോറൂമുകളും, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള ഷോറൂമുകളിൽ ചാവക്കാടാണെങ്കിൽ മണ്ണുവാരിയിട്ടാൽ താഴെ വീഴാത്ത രൂപത്തിലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്റ്റുഡിയോയുടെ വിഷ്വൽസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. നല്ല രൂപത്തിൽ പോട്ടന്മാരെന്ത് ചെയ്താലും അവർക്ക് തന്നെ വിനയാണ്. നന്ദി.